പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വരികയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അബ്രഹാമിന്റെ അനുഗ്രഹം വാഗ്ദത്ത സന്തതികളിലേക്ക് കൈമാറ്റപ്പെട്ടു എന്ന് ചിന്തിക്കുവാനിടയായി. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്, നാം വാഗ്ദത്ത സന്തതികളാണോ? പലർക്കും ഈ വിഷയത്തെക്കുറിച്ച് ഒരുപക്ഷെ സംശയം ഉണ്ടായിരിക്കാം. വാഗ്ദത്ത സന്തതികളിലേക്കാണല്ലോ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ കൈമാറ്റപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ നാം വാഗ്ദത്ത സന്തതികളാണോ എന്നൊരു ചിന്ത ഒരുപക്ഷെ നിങ്ങളിൽ ഉണ്ടായിരിക്കാം. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് ഞാൻ വളരെ വിശദമായി നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: അബ്രഹാമിന്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കൾ എന്ന് വരികയില്ല, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേയുള്ളൂ. അതിന്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കൾ അത്രേ സന്തതി എന്ന് എണ്ണുന്നു. നോക്കണമേ പ്രിയമുള്ളവരെ, ഇവിടെ പറയുകയാണ് എന്തുകൊണ്ടാണ് ഇസഹാക്ക് വാഗ്ദത്ത സന്തതിയാകുവാനുള്ള കാരണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചതുപോലെ അബ്രഹാമിന്റെ അനുഗ്രഹം ഇസഹാക്കിലേക്ക് കൈമാറ്റപ്പെടുവാനുള്ള കാരണം ഇസഹാക്ക് വാഗ്ദത്തത്താൽ ജനിച്ച സന്തതിയാണ്. അപ്പോൾ യഥാർത്ഥ സന്തതി എന്ന് ദൈവം എണ്ണുന്നത് വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളാണ്. അവരാണ് വാഗ്ദത്ത സന്തതികൾ. അവരിലേക്കാണ് അബ്രഹാമിന്റെ അനുഗ്രഹം കൈമാറ്റപ്പെട്ടു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു. ഗലാത്യരുടെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു, സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ. ഇവിടെ പറയാണ് അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതി എന്ന് ഇന്നലകളിൽ നമ്മൾ ചിന്തിച്ചിരുന്നത് പോലെ ഇസഹാക്കല്ല, ഇസഹാക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്ന ഒന്നല്ല എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു, സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. അപ്പോൾ ഇവിടെ പൗലോസ് വെളിപ്പാടിൽ വിളിച്ചു പറയുന്ന ഒരു കാര്യം, അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നത് അത് ക്രിസ്തു എന്നാണ്. അപ്പോൾ വാഗ്ദത്ത സന്തതി ആകാനുള്ള മാനദണ്ഡം നമ്മൾ റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 7-8 വായിച്ചു. അത് വാഗ്ദത്ത പ്രകാരം ജനിച്ചൊരു സന്തതിയാകണം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം ഇവിടെ പൗലോസ് പറയുകയാണ്, അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത് ക്രിസ്തു എന്നാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ ജനനം എപ്രകാരമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. അപ്പോൾ യേശുവിന്റെ ജനനം വളരെ വ്യക്തമാണ്. ഇവിടെ വാഗ്ദത്തത്താൽ ഉളവായതാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് ഒരു വാഗ്ദത്ത സന്തതി, യഥാർത്ഥ സന്തതി, അബ്രഹാമിന്റെ യഥാർത്ഥ സന്തതി ആരാകണം എന്നുള്ളതിന്റെ മാനദണ്ഡം അവൻ വാഗ്ദത്തത്താൽ ജനിച്ചതാകണം. അപ്പോൾ യേശുവിന്റെ ജനനം വാഗ്ദത്തത്താൽ ജനിച്ചതാണ് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. 2, അവൻ അബ്രഹാമിന്റെ സന്തതി ആയിരിക്കണം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി നോക്കണമേ. വേദപുസ്തകം വളരെ കൃത്യമായിട്ട് യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നു, അവൻ അബ്രഹാമിന്റെ സന്തതി. അപ്പോൾ വാഗ്ദത്ത സന്തതിയാകുവാനുള്ള 2 മാനദണ്ഡങ്ങളും ഇവിടെ യേശുവിന്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായി നിറവേറിയിരിക്കുകയാണ്. 1, അവൻ വാഗ്ദത്താൽ ജനിച്ചവനാണ്. 2, അവൻ പ്രൈസ് ദി ലോർഡ് അബ്രഹാമിന്റെ സന്തതിയാണ്. ആമേൻ. ഇനി വിഷയം, ആ അബ്രഹാമിന്റെ സന്തതിയായെന്ന് പൗലോസ് വെളിപ്പാടിൽ വിളിച്ചു പറഞ്ഞ യേശു ക്രിസ്തുവിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഗലാത്യരുടെ ലേഖനം 4-ാം അധ്യായം 28-ാം വാക്യം പറയുകയാണ്: നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളെ ആകുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് പൽക്കാലം നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ ഒരു വകയുണ്ട്. കാരണം യേശു ക്രിസ്തുവിലായിരിക്കുന്ന നാം ഓരോരുത്തരും ഇസഹാക്കിനെ പോലെ വാഗ്ദത്ത സന്തതികളാണ്. കാരണം പൗലോസ് വെളിപ്പാടിൽ വിളിച്ചു പറഞ്ഞ അബ്രഹാമിന്റെ സന്തതിയായ
യേശുവിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് അമ്മേ പ്രൈസലോട് അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതി എന്ന് പൗലോസ് വെളിപ്പാടിൽ വിളിച്ചു പറഞ്ഞ ക്രിസ്തുവിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് കൊണ്ട് ഞാനും നിങ്ങളും വാഗ്ദത്ത സന്തതികളാണ്. നമ്മൾ സംശയിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. വചനം വളരെ വ്യക്തമായി പറയുകയാണ്, യേശുവിലായിരിക്കുന്ന ഞാനും നിങ്ങളും വാഗ്ദത്ത സന്തതികളാണ്. അങ്ങനെങ്കിൽ ഒരു കാര്യം കൂടെ ഇന്ന് പകൽക്കാലം ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ വാഗ്ദത്ത സന്തതികളിലേക്ക് കൈമാറ്റപ്പെട്ടു എങ്കിൽ, ആമേൻ, എന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, അതേ അളവിൽ യേശുക്രിസ്തുവിലായിരിക്കുന്ന യേശുക്രിസ്തുവാണ് വാഗ്ദത്ത സന്തതി എന്ന് വെളിപ്പാടിൽ പൗലോസ് വിളിച്ചു പറഞ്ഞ ആ യേശുക്രിസ്തുവിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് കൊണ്ട്, ഞാനും നിങ്ങളും ആയിരിക്കുന്നത് കൊണ്ട് നാം ഓരോരുത്തരും വാഗ്ദത്ത സന്തതികളാണ് എന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെങ്കിൽ വാഗ്ദത്ത സന്തതികളെ എല്ലാം അബ്രഹാമിന്റെ അനുഗ്രഹം അവരുടെ മേലെല്ലാം വന്നു ചേർന്നു എങ്കിൽ, ക്രിസ്തുവിലായിരിക്കുന്ന എന്നിലും നിങ്ങളിലും അബ്രഹാമിന്റെ അനുഗ്രഹം എങ്ങനെയാണോ ഇസഹാക്കിലേക്ക് യാക്കോബിലേക്കൊക്കെ പകരപ്പെട്ടത്, ആമേൻ, അതെല്ലാം കൈമാറ്റപ്പെട്ടത്, അതേ അളവിൽ യേശു ക്രിസ്തുവിലായിരിക്കുന്ന എന്നിലും നിങ്ങളിലും അത് വെളിപ്പെടുമെന്ന് ഒരു സത്യം ഈ പകൽ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളും വാഗ്ദത്ത സന്തതികളാണ്. കാരണം പൗലോസ് വെളിപ്പാടിൽ വിളിച്ചു പറഞ്ഞ ക്രിസ്തു എന്ന വാഗ്ദത്ത സന്തതിയിൽ ഞാനും നിങ്ങളുമായിരിക്കുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് ഓഹരിക്കാരാണ്. അതുമാത്രമല്ല, ഞാനും നിങ്ങളും ഇസഹാക്കിനെ പോലെ വാഗ്ദത്ത സന്തതികളാണ്. ആ അനുഗ്രഹത്തിന് ഓഹരിക്കാരാണ്. നമ്മൾ എന്നും ഒന്നുമില്ലാത്തവരായി കഷ്ടത്തിൽ നിന്ന് കഷ്ടങ്ങളിലേക്ക് മാറി ഒന്നും എന്നും ദുഃഖത്തിലും ദുരിതത്തിലും നടക്കേണ്ടവരാണെന്നുള്ള ചിന്ത ആരുടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളത് മാറ്റുക. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയുക. അങ്ങനല്ല, നിങ്ങൾ വാഗ്ദത്ത സന്തതിയാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം ഇസഹാക്കിലേക്ക് കൈമാറ്റപ്പെട്ട പോലെ ഈ യേശു ക്രിസ്തുവിലായിരിക്കുന്ന എന്നിലും നിങ്ങളിലും ആ അബ്രഹാമിന്റെ അനുഗ്രഹം കൈമാറ്റപ്പെടും. ഞാനും നിങ്ങളും വാഗ്ദത്ത സന്തതികളാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.